പെട്ടി ഇവിടെ ഇരുന്നോട്ടെ. ഈ ബെല്ലടിച്ചേ. ആ അച്ഛന്റെ മക്കള് വന്നോ? ആ കേറി വാ. വാ. അച്ഛൻ സുഖല്ലേ? എന്ത് സുഖം മോളെ. നീ ഇവനുമായിട്ട് പണിക്ക് പോയതിനു ശേഷം അച്ഛന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. ക്ഷമിക്കണം അച്ഛാ, ഞാനിനി നോക്കിക്കോളാം അച്ഛന്റെ കാര്യങ്ങളെല്ലാം. എന്തായാലും മോള് പിണക്കം മാറി വന്നല്ലോ, അകത്തേക്ക് ചെല്ലേ. ശരി അച്ഛൻ. നീ എവിടെ നിന്നേ? എന്താച്ചാ? ഞാനൊരു വിധം ഫോണിലൂടെ സംസാരിച്ചിട്ടാ അവളിങ്ങോട്ട് വരാന്ന് സമ്മതിച്ചത്. അറിയാച്ചാ, പക്ഷെ ഞാൻ അവളെ അടിക്കണമെന്നില്ലല്ലോ. എന്തിനാടെ കുറെ അടിക്കണത്? നിന്റെ വായല കൊനഷ്ട് വർത്താനം മതിയല്ലോ ഉള്ള ആൾക്കാരങ്ങോട്ട് പോവാനായിട്ട്. അച്ഛനും കുച്ചനൊന്നും ഇല്ല. നിന്നെ നാവാണ്ട് അടക്കി നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ശരി അച്ഛാ. ആ ഡ്രസ്സൊക്കെ മാറി തുടങ്ങിയ? അതേട്ടാ. നീ ഇവിടുന്ന് പിണങ്ങി പോയിട്ടേ എത്ര നാളായിന്നറിയോ? 1 മാസം. ഈ 1 മാസം ഫോണിൽ കൂടെ പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അത് ചേട്ടന്റെ വായന നാവ് ചൊവ്വില്ലാണ്ടല്ലേ. അതൊക്കെ പോട്ടെ, ഞാൻ ഇത്ര ദിവസേ മിണ്ടാതിരുന്നോണ്ട് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? മില്ലില് അരി പൊടിപ്പിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് കറണ്ട് പോയാ കിട്ടുന്ന അതേ സുഖം ആയിരുന്നു. ഞാനേ പോവാച്ചാ. എന്താ മോളെ, എന്താണ്ടായേ? അച്ഛന്റെ മോന്റെ നാവേ പൊത്തി എറിഞ്ഞിട്ടേ ഉപ്പിട്ട് വെക്ക്. അതാ നല്ലത്. ഇല്ലെങ്കിലേ ഈ മോൻ കാരനെ അച്ഛന്റെ പുറത്ത് പാള വെച്ച് കെട്ടേണ്ടി വരും. ഞാൻ വഴിക്ക് പോവാ. നിക്ക് മോളെ, നിന്നെ ഞാനുണ്ടല്ലോ. എന്റെ ഭഗവാനേ.